മലയുടെ മുകളിലാണ് ഈ ഡാമിൽ നിന്ന് താഴെ ലെവൽ കൊണ്ടുവന്നാൽ റിസർവോയർ ഇട്ട് തമിഴ്നാട് താഴെ റിസർവോയർ ഉണ്ടാക്കി. അപ്പോൾ തമിഴ്നാട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3 റിസർവോയർ അവരുണ്ടാക്കി. വൈഗ എന്നൊക്കെ പറയുന്ന 2-3 TMCയുടെ വെള്ളം അവരുണ്ടാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളിത് പരിശോധിക്കണമെന്ന് 2 ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഗവൺമെൻറ് മിണ്ടുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ മിണ്ടുന്നില്ല. എന്താ കാര്യം എന്നറിയാം. അവിടെയാണ് നിങ്ങൾ അറിയുന്നത്. എന്തിനാ ചെറുതോണി ഡാം തുറന്നു വിട്ട്? എന്തിനാ ഇത് തുറന്നു വിട്ട്? അത് ഇറിഗേഷന് വേണ്ടിയല്ലല്ലോ. ആ സമയത്ത് ഇറിഗേഷന് വെള്ളം വേണം ഉണ്ടല്ലോ. പവർ ഉണ്ടാക്കാനല്ലല്ലോ, ഫ്ലഡ് കൺട്രോളിനല്ലോ. ഫ്ലഡ് ഉണ്ടാക്കല്ലേ ഇത്? ഫ്ലഡ് കൺട്രോൾ ചെയ്യല്ല ഇത്. ഡാം ഫ്ലഡ് ഉണ്ടാക്കി. അതിന് കാരണം ഡാം സേഫ്റ്റിയാണ്. 2018 എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് 2018 സിനിമ മാത്രമല്ലേ ഓർമ്മയുള്ളൂ. എത്ര പേർക്ക് ഓർമ്മയുണ്ട് അന്ന് നടന്നത് എന്തൊക്കെയാണെന്നും അന്ന് എന്താണ് തെറ്റ് ചെയ്തതെന്നും ആ തെറ്റെങ്ങനെ തിരുത്താമെന്നും ഇന്ന് ആലോചിക്കുന്ന എത്ര പേരുണ്ടാവും എനിക്കറിയാം. 110 വർഷം പഴക്കമുള്ള ഒരു ഡാം. ആ ഡാം 136 അടിയിൽ കൂട്ടരുതെന്ന് പറഞ്ഞാൽ 136 അടി ആവാന്നല്ലേ അർത്ഥം. അപ്പം മുല്ലപ്പെരിയാർ ഡാം 136 അടിയിൽ സേഫാണെന്ന് വാദിച്ചതാണ് കേരളം അതുവരെ. എന്താ കാര്യം? അപ്പോൾ ഒരു ഡാം ഇപ്പോൾ പൊട്ടെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കണം എന്തിനാ? ഇപ്പോഴത്തെ സർക്കാർ പക്ഷെ പറയുന്നത് ആശങ്ക വേണ്ട എന്നുള്ളതാണ്. അല്ല, ഞാൻ ഇപ്പോഴത്തെ സർക്കാർ അത് ശരിയാണ്. അത് ആശങ്ക വേണ്ടാന്ന് സർക്കാർ പറയുന്നത് ശരി തന്നെയാണ്, ഒരു സംശയമില്ല. ഇപ്പോഴത്തെ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സർക്കാരിനെ വിമർശിക്കാനല്ല. ഇപ്പോൾ ഇതാദ്യം പറഞ്ഞത് വേറെ സർക്കാരാണ്, ഇതിപ്പോൾ പൊട്ടെന്ന് പറഞ്ഞ് വേറെ സർക്കാരാണ്. അന്ന് ഇപ്പോഴുള്ള സർക്കാരുകാർ സമരം ചെയ്തതാണ്, അതല്ല വിഷയം. ആ തർക്കം വിടും, ആ രാഷ്ട്രീയ തർക്കം വിടും. നമുക്ക് മുല്ലപ്പെരിയാറിന് സൊല്യൂഷൻ വേണമെങ്കിൽ അങ്ങനെ കാണുമ്പോൾ ഇതിന് സൊല്യൂഷൻ വേറെയുണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചത് അങ്ങനെയാണ്. എൻ്റെ സ്വന്തമല്ല, ഞാൻ കുറേ ടെക്നിക്കൽ ആളുകളുമായിട്ടും മറ്റേ നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ അടക്കമുള്ള സാങ്കേതിക വിദഗ്ധർ പലരുമായിട്ട് ആലോചിച്ചത്. അതിങ്ങനെയാണ്. ഇപ്പോൾ കാവേരി നദീജല തർക്കമുണ്ടല്ലോ ട്രിബ്യൂണൽ, അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. കർണാടകയിൽ നിന്ന് തലക്കാവിയിൽ നിന്ന് കാവേരി വെള്ളം വന്ന് മറ്റേ തമിഴ്നാട്ടിലേക്ക് എത്തുകയാണല്ലോ, തഞ്ചാവൂർക്ക് എത്തുകയാണല്ലോ. അപ്പോൾ ആ വിധിയിൽ പറയുന്നൊരു കാര്യം, വെള്ളം ഞങ്ങൾ തരാം, പക്ഷേ സ്റ്റോറേജ് നിങ്ങൾ ചെയ്യണം. വെള്ളം തമിഴ്നാട്ടിന് കർണാടക തുറന്നു കൊടുക്കും, പക്ഷെ കർണാടകയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം കർണാടകയുടെ സ്പേസും ഇല്ല, കർണാടകയിലേക്ക് അതിൻ്റെ റിസ്ക് കൊടുക്കാൻ പറ്റില്ല. അതേ നിയമം ഇവിടെ ഉപയോഗിക്കാം, സുപ്രീം കോടതി ഉപയോഗിക്കാം. തമിഴ്നാട് എന്ത് ചെയ്യണം? തമിഴ്നാട് താഴെ റിസർവോയറുകൾ ഉണ്ടാക്കണം, ചെറിയ ജലനിരപ്പ് കുറച്ച്. അവിടെ എന്ത് വേണമെന്ന് വെച്ചാൽ അതിന് അങ്ങനെ ചെയ്താൽ ഇപ്പോഴുള്ള 152 എന്നുള്ള മാക്സിമം ജലനിരപ്പ് 104 അടിയിലേക്ക് താക്കാം. 104 അടി കഴിഞ്ഞാൽ പിന്നെ മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഭീഷണിയില്ല. ഈ 104 അടിയിൽ നിന്ന് ഒരു 50 അടി ആഴത്തിൽ, ഇതിപ്പോഴുള്ള ഭൂനിരപ്പിൽ നിന്ന് ഒരു 50 അടി ആഴത്തിൽ ഒരു 6-7 കിലോ 5 കിലോമീറ്റർ താഴെയുള്ളൂ ഒരു പൈപ്പ് ഇട്ടാൽ, 1-2 പൈപ്പ് ഇട്ടാൽ താഴെ നിന്ന് വെള്ളം കൊണ്ടുപോകാം. അപ്പോൾ മുകളിൽ വെള്ളേ കാണില്ല, 104 അടിയിൽ നിർത്താം. സാർ, ഇങ്ങനെ ഒരു സൊല്യൂഷൻ നിങ്ങളെല്ലാവരും കൊണ്ടുവന്നിട്ടും എന്തുകൊണ്ടാണ്? ഞാൻ പറയാം. ഈ സൊല്യൂഷൻ ഞങ്ങൾ കൊണ്ടുവരിക മാത്രമല്ല ഇത്. നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന 2014 കോടതി വിധിയുണ്ട്. ആ കോടതി വിധിയുടെ 150, 151, 152 സുപ്രീം കോടതി വിധിയാണ് ഞാൻ പറഞ്ഞത്. പേജുകളിൽ സുപ്രീം കോടതി ഇത് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഓൾട്ടർനേറ്റീവ്, ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് പുതിയ ഡാമാണ് കേരള ആവശ്യപ്പെട്ടത്. സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവരെയൊക്കെ കണ്ടു, ഈ എക്സ്പെർട്ട് കമ്മിറ്റിയെ കണ്ടു, സുപ്രീം കോടതി ആളുകളെ കണ്ടു. ഞങ്ങളുടെ അഭിഭാഷകൻ നന്നായി പ്രസൻറ്റ് ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് അവഗണിക്കാൻ പറ്റില്ല. പുതിയ ഡാമിനൊക്കെ ഒരുപാട് കാലം എടുക്കും, ഇത് അത്രയൊന്നും കാലം വേണ്ട, ഒരു ടണൽ ഉണ്ടാക്കുകൊണ്ടു. നമ്മൾ വയനാട് ടണൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ടെൻഷനും ഇല്ല. അപ്പോൾ ഒരു ടണൽ ഉണ്ടാക്കിയാൽ നടക്കും. ടണൽ ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ പുറത്ത് റിസർവോയർ വെച്ചിട്ട് അവിടെ നിന്ന് ടണൽ വഴി എത്തിക്കാണ്. ഇതിൽ നിന്ന് ഈ ഡാമിൽ നിന്ന് ടണൽ വിട്ട് തമിഴ്നാട് താഴെ, ഇപ്പോൾ ഒരു മലയാണ്, മലയുടെ മുകളിലാണ് ഈ ഡാമിൽ നിന്ന് താഴെ ലെവൽ കൊണ്ടുവന്നാൽ റിസർവോയർ ഇട്ട് തമിഴ്നാട് താഴെ റിസർവോയർ ഉണ്ടാക്കാം. അപ്പോൾ തമിഴ്നാട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. 2-3 റിസർവോയർ അവരുണ്ടാക്കി. വൈഗ എന്നൊക്കെ പറയുന്ന 2-3 TMCയുടെ വെള്ളം അവരുണ്ടാക്കിയിട്ടുണ്ട്, ഇപ്പം തന്നെ ഉണ്ട്. അവർക്ക് ആകെ നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഒരു ചെറിയ പവർ അവരുണ്ടാക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി. അത് വളരെ ചെറിയൊരു കാര്യമാണ്. കേരളം വേണമെങ്കിൽ ഫ്രീ കൊടുത്താലും കുഴപ്പമില്ല, അത്രയും പവർ. കാരണം തമിഴ്നാട് തമ്മിൽ ഒരുപാട് പവർ കരാറുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നെയ്വേലി സെൻട്രൽ യൂണിറ്റുകളുണ്ടല്ലോ, പവർ യൂണിറ്റുകൾ, കൽപ്പാക്കം, നെയ്വേലി, കൂടംകുളം, ഇവിടെ നിന്നൊക്കെ കറണ്ട് വരുന്നുണ്ട് കേരളത്തിലേക്ക്. അതിന് ഒരു എന്താ പറയുക, ഒരു ദിവസം ഒരു 100 യൂണിറ്റോ 500 യൂണിറ്റോ വെച്ച് അങ്ങ് എടുത്തോട്ടെ, കുഴപ്പമില്ല. എന്നാലും പിന്നെ ടെൻഷനില്ലല്ലോ, കേരളത്തിൽ തമ്മിലുള്ള ടെൻഷനില്ലല്ലോ, ഇത് ചെയ്താൽ പോരെ. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു
നിങ്ങളിത് പരിശോധിക്കണമെന്ന് 2 ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഗവൺമെൻറ് മിണ്ടുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ മിണ്ടുന്നില്ല. എന്താ കാര്യമെന്നറിയും? അവിടെയാണ് നിങ്ങൾ അറിയേണ്ടത്. ഇതിലേറ്റവും മർമ്മം കിടക്കുന്ന അവിടെയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ ഡാം വേണമെന്ന് ആവശ്യപ്പെടുന്നത് കേവലം ഡാമിൻ്റെ കൺസ്ട്രക്ഷനും കാടുവെട്ടലും ഒക്കെ താല്പര്യമുണ്ട്. അതിനേക്കാളൊക്കെ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ കുമിളി പോയിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പോൾ കുമിളി പോയിട്ടുള്ള ആളുകളാണ്. കുമിളിയിൽ ബോട്ടിൽ പോയിട്ടുണ്ടാവും. നമ്മൾ കുമിളിയിൽ ബോട്ട് ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിലാണെന്ന് എത്ര പേർക്ക് അറിയാം? പലരും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ബഹളം പിടിക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിലാണ് കുമിളി. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അവിടെ ബോട്ടിൽ നമ്മളുണ്ടെങ്കിൽ നമ്മളടക്കം താഴേക്ക് പോരുന്നു വിചാരിക്കുക. ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ ഇതിലെ പ്രശ്നം ഈ മുല്ലപ്പെരിയാറിലെ വാട്ടർ ലെവൽ താഴ്ത്തുന്നതിന് കേരളം എതിരാണ്. കാരണം കുമിളിയിൽ ടൂറിസം പോകും. അവിടെയാണ് പ്രശ്നം. കുമിളിയിൽ ബോട്ട് ഓടിക്കാൻ പറ്റില്ല. ആ ഒരു റവന്യൂ, ആ വരുന്നൊരു റവന്യൂ അതിന് അതെത്ര ഇതേ ആളുകളാണ് 40 ലക്ഷം ആളുകളുടെ ജീവനെ വെച്ച് നമ്മളോട് വില പേശുന്നത്. അവിടെയാണ് ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ഏറ്റവും മോശപ്പെട്ട, സത്യം പറയാൻ ധൈര്യമില്ലാത്ത കാപട്യം കാണുന്ന അവിടെയാണ്. ഞാൻ 2011 മുതൽ പറയുന്നത് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരിക കുമിളിയിലെ ടൂറിസമാണെന്ന് തന്നെ വയ്ക്കുക. കുമിളിയിലെ ബോട്ടിംഗ്, ടൂറിസം എന്ന് ഞാൻ പറയുന്നില്ല, ബോട്ടിംഗ് നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളുടെ സേഫ്റ്റി, ഈ പോയിന്റാണ് ജനങ്ങൾക്ക് മുമ്പിൽ വരേണ്ടത്. അത് എനിക്ക് തോന്നുന്നില്ല സാർ ഇത് പറയുമ്പോൾ ആർക്കും ഡൈജസ്റ്റ് ആവുമെന്ന്. ഇതായിരിക്കുമോ അല്ല, ഇനി ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇത് ഈ ടണൽ ഓപ്ഷൻ തമിഴ്നാടുമായിട്ട് ചർച്ച ചെയ്യാൻ കേരളം തയ്യാറാവാത്തത്. എന്താ തയ്യാറാവില്ല. കാരണം ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം. കുമിളി ടൂറിസം ലോബി എന്ന് പറഞ്ഞാൽ മലയാളി മാത്രമല്ല, അതിൽ തമിഴിനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായി ഇങ്ങനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുള്ള നിലയ്ക്ക്, ഇത്രയും ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, രാഷ്ട്രീയമായി വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞാൻ വിചാരിക്കണം ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു മേശയ്ക്ക് ചുറ്റിരുന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നുള്ള. കാരണം രണ്ടുപേരും പവർഫുള്ളുമാണ്, രണ്ടുപേരും അവരൊരു സ്റ്റേറ്റിൽ പവർഫുള്ളാണ്. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കും. പക്ഷേ അത് കേരളം തയ്യാറാവുമെന്ന് എനിക്ക്, തമിഴ്നാട് തയ്യാറാവുമെന്ന് എനിക്കറിയില്ല. കേരളം ഇതുവരെ തയ്യാറല്ല. വിഷയം പോലും ഒക്കെ തയ്യാറ്. നമ്മൾ പുതിയ ഡാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നടക്കാത്ത പുതിയ ഡാം എന്ന പേര് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ടൂറിസം സംരക്ഷിക്കാനാണ്. അല്ലെങ്കിൽ ഇവർ പറയട്ടെ. അല്ലെങ്കിൽ ഒരു 130 വർഷം പഴക്കമുള്ള ഒരു ഡാമിനെ കുറിച്ച് ആദ്യം ആവശ്യപ്പെടേണ്ടതെന്നറിയോ? ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. സുപ്രീം കോടതിയിൽ കേരളം ആവശ്യപ്പെടുന്നത് ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. ഞങ്ങൾക്കിത് ഭീഷണിയാണ്, ഡീകമ്മീഷൻ ചെയ്യണം. അതിന് 136 അടി വേണമെന്നൊന്നും ഞാൻ പറയില്ല. ഡീകമ്മീഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ 142 ഉണ്ടെങ്കിൽ 136, 124, 120 അങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്നാണല്ലോ. 1000-ലധികം ഡാമുകളാണ് US മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഡീകമ്മീഷൻ ചെയ്തത്. നിങ്ങൾക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാണ്. വേൾഡ് കമ്മീഷൻ ഓഫ് ഡാംസ് പറയുന്നുണ്ട്. ഇന്ന് ഡാം നിലനിൽക്കില്ല. മാത്രമല്ല, ഇനി പുതിയ ഡാം ഉണ്ടാക്കിയാലും ഇപ്പോഴുള്ള അതിന് അനുമതി കിട്ടിയാലും, അനുമതി കിട്ടി നിർമ്മിച്ച് ഒരു 10 കൊല്ലം കഴിഞ്ഞ് വന്നാലും അപ്പോഴേക്കും നമ്മുടെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് ആർക്കറിയാം? ഇന്നത്തെ മഴ ഉണ്ടാവുന്നത് എന്താ അറിയുക? 25 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ക്ലൈമറ്റ്? അപ്പോൾ നമ്മുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദീർഘകാല വീക്ഷണത്തോടെയല്ല. അതാ ഞാൻ പറഞ്ഞ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ എല്ലാവരും അവനവൻ്റെ ഭാഗം കളിക്കുകയാണ്. സത്യസന്ധമായി ഇല്ല. ജനങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ഗവൺമെൻറ് പറഞ്ഞാൽ അവരെന്താ ചെയ്യണമെന്ന് ചോദിക്കില്ലേ? ഏത് ഗവൺമെൻറ്റിനും ഇപ്പോൾ ഇത് പൊട്ടെന്ന് പറയാൻ പറ്റില്ല. ഭൂചലനം ഉണ്ടായില്ലെങ്കിൽ പൊട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡീകമ്മീഷൻ്റെ ആവശ്യം? ഡീകമ്മീഷൻ ചെയ്യുന്ന അതുകൊണ്ട് മാത്രമല്ല. ഡീകമ്മീഷൻ ചെയ്യുന്ന പ്രധാനമായും ക്ലൈമറ്റ് ക്രൈസിസുമായി ബന്ധപ്പെട്ടാണ്. അമേരിക്കയിൽ അവരുടെ EPA എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഡാം ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഡാമും 85% കൂടുതൽ ഫില്ല് ചെയ്യാൻ പാടില്ല പ്രീ മൺസൂൺ ടൈമിൽ. പോസ്റ്റ് മൺസൂണിലാവാം. പക്ഷേ മഴ വരുന്നതിന് മുമ്പ് 85% എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 2018 എന്തിനാണ് ഡാം തുറന്നു വിട്ടേ? എന്തിനാ ഡാം? നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ഡാം എന്തിനാന്ന്? ഇറിഗേഷൻ, പവർ പ്രൊഡക്ഷൻ, ഫ്ലഡ് കൺട്രോൾ അല്ലേ? ഇപ്പോൾ അവസാനം വന്നപ്പോൾ ചിലർ ഡ്രിങ്കിങ് വാട്ടർ എന്നും കൂടി പറയുന്നുണ്ട്. അതൊന്നും അന്നില്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇല്ല.
നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന നിങ്ങൾ പഠിക്കുന്ന കാലത്ത് പോലും ഇല്ല. പോട്ടെ, എന്തിനാ ചെറുതോണി ഡാം തുറന്നു വിട്ടേ? എന്തിനാ ഇത് തുറന്നു വിട്ടേ? അത് ഇറിഗേഷന് വേണ്ടിയല്ലല്ലോ. ആ സമയത്ത് ഇറിഗേഷന് വെള്ളം വേണം, വേണ്ടല്ലോ. പവർ ഉണ്ടാക്കാനല്ലല്ലോ, ഫ്ലഡ് കൺട്രോളിനല്ലോ. ഫ്ലഡ് ഉണ്ടാക്കല്ലേ ഇതേത്? ഫ്ലഡ് കൺട്രോൾ ചെയ്യല്ല ഇത്, ഡാം ഫ്ലഡ് ഉണ്ടാക്കുക. അതിന് കാരണം ഡാം സേഫ്റ്റിയാണ്. അതാണ് പ്രൈമറി. നിങ്ങൾക്ക് എത്ര ഫ്ലഡ് ഉണ്ടായാലും ഡാം പൊട്ടുന്നേക്കാൾ ഭേദമല്ലേ ഫ്ലഡ് ഉണ്ടാവണേ. ഇതാണ് കാര്യം. ഇതാണ് അമേരിക്കക്കാർ പറഞ്ഞത്. നിങ്ങൾ എന്ത് വേണേ ആയിക്കോ, 85% കൂടുതൽ ഒരു ഡാമും ഫില്ല് ചെയ്യാൻ പറ്റില്ല, അവരുടെ ഡാം. അത് കഴിഞ്ഞാൽ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഡീകമ്പനി ചെയ്യാം. കാരണം ഇത് യൂസ്ലെസ്സാണ്. ഡാം ഇപ്പോൾ ലാർജ് ഡാം എന്ന് പറയുന്നത് ലോകത്താകെ ഉണ്ടാക്കുന്ന 2-3 രാജ്യങ്ങൾ, ഒന്ന് ഇന്ത്യ, ഒന്ന് റഷ്യ, ഒന്ന് ചൈന. അതൊന്നും ജനാധിപത്യത്തെ പറ്റി ആലോചിക്കാത്ത രാജ്യങ്ങളാണ്. ബാക്കി ഒരു ഡാമും ലാർജ് ഡാം ഉണ്ടാക്കുന്നില്ല, ഒരു രാജ്യം ഉണ്ടാക്കുന്നില്ല. കാരണം ലാർജ് ഡാം ഇന്ന് വേസ്റ്റാണ്. നർമ്മദയുടെയൊക്കെ കഥയുണ്ട്, അത് വേറെ ഉണ്ട്. തുംഗഭദ്ര ലാർജ് ഡാം ഇന്ന് സേഫ് അല്ല, ആർക്കും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാന്ന്. ഒരെണ്ണം തുംഗഭദ്രയുടെ കാര്യത്തിൽ ശരിക്കും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഒരു ഷട്ടറിന് ഒരു ഡാമേജ് വന്നെങ്കിലും അവരത് ഓപ്പൺ ചെയ്ത് വിട്ടപ്പോ ചെയിൻ, അതായത് ഒരു ഗേറ്റ് തകരാറായി. അതെ, അതായത് അത് സ്പിൽവേ ആണ് ശരിക്കും, ഡാം ഗേറ്റ് അല്ല ശരിക്കും. അത് സ്പിൽവേയിലാണ് തകരാറ് വന്നത്. വെച്ചാൽ ഒരു ലെവൽ കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് സ്പിൽവേ. നമ്മൾ അങ്ങനെ ചെയ്യുമല്ലോ, ഒരു ലെവൽ കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്ന സാധനമാണ് സ്പിൽവേ, സ്പില്ല് ചെയ്യുന്നതിൻ്റെ വേ. അതിൽ താഴേക്ക് ഷട്ടർ ഉണ്ടായിരുന്നു, അതിൻ്റെ ചെയിൻ ഉണ്ട്, ആ ചെയിൻ പൊട്ടിപ്പോയി. അപ്പോൾ ഒരു ഗേറ്റ് പെർമനൻ്റായി ഓപ്പൺ ആയി കിടന്നു, ഒരു ഗേറ്റ് തുറക്കാതെയായി. അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു ടെക്നിക്കലി. അവസാനം അവർക്ക് അത് തുറന്നു വിടേണ്ടി വന്നു. കാരണം സ്പിൽവേ, അതാണ് പ്രശ്നം. മഴ കൂടിക്കഴിഞ്ഞാൽ സ്പിൽവേ. ഇപ്പോൾ പെരിങ്ങൽകുത്തുണ്ടായി ശരിക്കും ആ സംഭവം ഉണ്ടായി 2018. ഷട്ടർ തുറക്കാതെ, കാരണം അത് ഷട്ടർ ആരും തുറന്നിട്ടില്ല, ഷട്ടർ അതിന് മുമ്പ് തുറന്നിട്ടില്ല. ഇതേ പ്രശ്നം ചെറുതോണി ആളുകൾ സംശയിച്ചിരുന്നു, മാധ്യമങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നിരുന്നു ഇത് തുറന്നാൽ തുറക്കുമെന്ന്. കുറേ കൊല്ലമായിട്ട് തുറന്നിട്ട് 2013 തുറന്നതാണ്. ഞാൻ സാറിനോട് ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചും വി ഷുഡ് ഗെറ്റ് ബാക്ക് ടു അവർ റൂട്ട്സ് അല്ലേ, എല്ലാ കാര്യങ്ങളിലും. ഇപ്പം നമ്മൾ ഈ കൊണ്ടുവരുന്ന ഭയം, ഇപ്പം മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിനാണെങ്കിലും അതെല്ലാം തന്നെ ഇതിൽ നിന്ന് നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് തന്നെ മാറ്റണം എന്നല്ലേ സാർ പറഞ്ഞു? തീർച്ചയായും. അല്ല, ഞാൻ ബാക്ക് ടു നേച്ചർ എന്നൊന്നും പറയുന്ന ആളല്ല. ബാക്ക് ടു നേച്ചർ ഒന്നും ഇനി സാധ്യമല്ല. ബാക്ക് ടു ഡിസാസ്റ്റർ ഇനി സാധ്യമുള്ളൂ. ബാക്ക് ടു നേച്ചർ എന്നുള്ളത് ഇനി സാധ്യമല്ല. പക്ഷേ നമ്മുടെ തിങ്കിങ് ലോജിക്ക് മാറണം. തിങ്കിങ് ലോജിക്ക് മാറ്റാതെ, കാരണം അത് ട്രൂ അല്ല ഇപ്പോൾ നമ്മുടെ തിങ്കിങ് ലോജിക്ക്. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ലോജിക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പണം കൊടുത്താൽ ഏത് നാച്ചുറൽ റിസോഴ്സും കിട്ടും എന്നൊരു വിശ്വാസമുണ്ട് അല്ലേ. കാശുണ്ടെങ്കിൽ വെള്ളം കിട്ടും, കാശുണ്ടെങ്കിൽ അരി കിട്ടും, കാശുണ്ടെങ്കിൽ കിട്ടും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുണ്ടാക്കാൻ കഴിയുന്ന ഒരേ ഒരു സാധനം പണം മാത്രമാണ്. ഒരു നാച്ചുറൽ റിസോഴ്സും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ വെള്ളത്തിന് എങ്ങനെ നിങ്ങൾ വില പറയുന്നത്? വെള്ളത്തിൻ്റെ വില, നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾക്ക് ആകണമെങ്കിൽ കടലിൽ നിന്ന് എടുത്ത് ശുദ്ധീകരിച്ച് ചെയ്യാം, എന്നാലും കടലിൽ വെള്ളം വേണമല്ലോ. വെള്ളം എന്ന ബേസിക്കലി H2O അവിടെ വേണമല്ലോ. നിങ്ങൾക്ക് കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയില്ല. മനുഷ്യനല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, കൺവെർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. നമ്മുടെ പ്രോസസ്സിങ് അല്ലേ എല്ലാം. നമ്മളപ്പോൾ പെട്രോൾ ഇല്ലാണ്ടായി പിന്നെ പെട്രോളൊന്നും ചെയ്യാനില്ല, വേറൊരു സാധനം കണ്ടെത്താം, അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കണ്ടെത്താം എന്നൊക്കെ പറയാം. പക്ഷേ അതും നമ്മൾ അധികകാലം ഉണ്ടാവില്ല. ദർ ഇസ് എ ലിമിറ്റ് ഫോർ എവരി ഗ്രോത്ത്. ഇതാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പരിമിതി. ഇത് 1970 മുതൽ എൻവയോൺമെൻറ്റൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നൊരു കാര്യമാണ്, ലിമിറ്റ്സ് ഓഫ് ഗ്രോത്ത്. പക്ഷെ മേ ബി ഇനി ചിലപ്പോൾ ഇത്ര ആഘാതങ്ങൾ വന്നു കഴിയുമ്പോഴായിരിക്കും ആൾക്കാർ അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക. മേ ബി എന്ന് പറഞ്ഞാൽ, പക്ഷേ എനിക്ക് വലിയ ശുഭപ്രതീക്ഷയല്ല. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ചിന്താഗതികൾ മുഴുവൻ ഒരുപക്ഷെ ഇപ്പം നിങ്ങളടക്കം മീഡിയയൊക്കെ ആശ്രയിച്ചാൽ നിൽക്കണം. കുറച്ച് കഴിഞ്ഞ് മീഡിയക്കാരത് മറന്നു. ഇപ്പോൾ 2018 എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്ക് 2018 സിനിമ മാത്രമല്ലേ ഓർമ്മയുള്ളൂ. എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും അന്ന് നടന്നത് എന്തൊക്കെയാണെന്നും അന്ന് എന്താണ് തെറ്റ് ചെയ്തതെന്നും ആ തെറ്റെങ്ങനെ തിരുത്താമെന്നും ഇന്ന് ആലോചിക്കുന്ന എത്ര പേരുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഞാൻ അതിലൊക്കെ അവസാനം 2018 മുതൽ നിരന്തരം ഇതുണ്ടായിട്ടും എന്തെങ്കിലും തിരുത്തൽ, ഇതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ, ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എനി എമൗണ്ട് ഓഫ് കറക്ഷൻ. ഞാൻ അതാണ് പറയുന്നത്. നമ്മുടെ ജീവിതശൈലിയിൽ, നമ്മുടെ നിർമ്മാണ രീതിയിൽ, നമ്മുടെ വികസന സങ്കല്പത്തിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ വേണം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതോ അത് വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പരിസ്ഥിതി പ്രവർത്തകർ ഞങ്ങളൊക്കെ വികസന വിരുദ്ധർ എന്നാണ് പറയുക.
ഓക്കോട്ടെ, വികസന വിരുദ്ധം എന്നുണ്ട്. ഞങ്ങൾ ഡിസാസ്റ്റർ വിരുദ്ധം എന്നും കൂടി പറഞ്ഞിട്ടേ രക്ഷപ്പെട്ടു. ഡിസാസ്റ്റർ വന്നാലും വേണ്ടില്ലേ വികസനം മതി എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി പരിസ്ഥിതി എന്ന് പറയേണ്ട, ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി.